നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആലപ്പുഴ കരുവാറ്റയിലാണ് ഈ സംഭവം. ഒരു ഐഫോണിന് വേണ്ടി വൃദ്ധനെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയ ഒരു 13-കാരി, 65-കാരനെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്ന കേസിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ആ വൃദ്ധൻ്റെ കൊച്ചുമകളും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പേരക്കുട്ടിയാണ് 3 പേർക്ക് സ്വന്തം മുത്തച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത്. വീട്ടിലിരിക്കുന്ന സ്വർണം അപഹരിക്കണം, ആ സ്വർണം ഉപയോഗിച്ച് അവൾക്ക് ഐഫോൺ വാങ്ങണം. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോട്ടോ മാധ്യമങ്ങൾക്കടക്കം പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അവരുടെ പേര് പോലും പ്രസിദ്ധപ്പെടുത്താൻ കഴിയില്ല. നിയമം അവർക്ക് പരിരക്ഷ നൽകുമ്പോൾ മറുവശത്ത് നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കേരളത്തിലെ മാതാപിതാക്കൾ ചിന്തിക്കണം. 13-കാരിയുടെ കൊട്ടേഷനിലാണ് ഈ ക്രൂര കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകം മാത്രമല്ല, കൊലപാതകം ഒളിപ്പിക്കാൻ ഈ പ്രതികൾ നടത്തിയ ശ്രമങ്ങളും നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കണം. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് കൊല്ലം പരവൂർ നെടുങ്കോലം കൊച്ചാലുംകൂട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാർ എന്ന 65-കാരനെ ഇക്കഴിഞ്ഞ ദിവസം അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് ശിവൻകുട്ടിയെ അവസാനമായി അയൽക്കാർ കാണുന്നത്. അയൽക്കാരോട് അത്ര വലിയ ചങ്ങാത്തമൊന്നും ശിവൻകുട്ടിക്കില്ല. മക്കളുടെ കാര്യം, കുടുംബം, അതാണ് അയാൾക്കെല്ലാം. വീട്ടിലിരിക്കുന്ന സ്വർണവും പണവും അപഹരിക്കണം, തനിക്കൊരു ഐഫോൺ വാങ്ങണം, പ്രതികളായ കൂട്ടുകാർക്ക് ഒരു ബൈക്ക് വാങ്ങണം. ഇതായിരുന്നു കൊലപാതകത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളും കൊച്ചുമകൾക്കും യാതൊരുവിധ കൂസലുമില്ല, യാതൊരുവിധ കുറ്റബോധവുമില്ല. കേസിൽ പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് ഇപ്പോൾ പ്രതികളുടെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയില്ല. ഹരിപ്പാട് കരുവാറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ ഒറ്റപ്പെട്ട വാടക വീട്ടിൽ ശനിയാഴ്ച രാത്രിയിലാണ് ഈ ക്രൂര കൊലപാതകം നടന്നത്. കൊലപാതകം അറിഞ്ഞെത്തിയ വനിതാ സിഐയുടെ നിർണായകമായ ചോദ്യം ചെയ്യലാണ് പ്രതികളെ കുടുക്കിയത്. തിങ്കളാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയ സംഭവ സ്ഥലത്ത് പോലീസ് എത്തുമ്പോൾ 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയും സ്ഥലത്തുണ്ട്. അവൾക്ക് യാതൊരുവിധ കൂസലുമില്ല. അയൽക്കാരും ബന്ധുക്കളുമൊക്കെ നടുങ്ങി നിൽക്കുമ്പോൾ യാതൊരുവിധ കൂസലുമില്ലാതെ പോലീസിനോട് അവൾ പറഞ്ഞു, തനിക്ക് പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോകണം. മുത്തച്ഛൻ മരിച്ചു കിടക്കുകയല്ലേ, ഇന്നത്തെ പരീക്ഷ വേണ്ടെന്ന് വെച്ചുകൂടെ എന്ന് പോലീസുകാരി ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ എനിക്ക് പരീക്ഷ എഴുതിയേ തീരൂ എന്നവൾക്ക് വാശി. പെൺകുട്ടിയുടെ ഈ അസ്വാഭാവിക പെരുമാറ്റത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒരു സംശയം തോന്നി. വനിതാ സിഐ മനഃശാസ്ത്രപരമായ ചോദ്യം ചെയ്യലിന് പെൺകുട്ടിയെ വിധേയയാക്കി. വനിതാ സിഐ അനുനയത്തിൽ പെൺകുട്ടിയെ വിളിപ്പിച്ചു വരുത്തി. ഒടുവിൽ പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞു. താൻ കൊടുത്ത കൊട്ടേഷനിലാണ് പ്രതികൾ അവിടെ എത്തിയതെന്നും മുത്തച്ഛനെ കൊലപ്പെടുത്തിയത് താൻ നൽകിയ കൊട്ടേഷനിലൂടെയാണ് എന്നും വനിതാ സിഐയുടെ പെൺകുട്ടി തുറന്നു പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി കരുവാറ്റയിൽ താമസിക്കുകയാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം. നാട്ടുകാരുമായോ അയൽവാസികളുമായോ വലിയ ബന്ധമൊന്നും ഇവർ സൂക്ഷിക്കുന്നില്ല. ഇക്കഴിഞ്ഞ 3 വർഷമായി പഠനാർത്ഥം ആ പെൺകുട്ടി കൊല്ലത്തുള്ള ബന്ധുവീട്ടിലായിരുന്നു താമസം. അതിനടുത്താണ് ഈ പ്രതികളുടെ വീടുകൾ. അവരുമായി വലിയ ചങ്ങാത്തത്തിലാണ്. പെൺകുട്ടിയേക്കാൾ 1-2 വയസ്സിന് മുകളിലുള്ളവർ. കസ്റ്റഡിയിലുള്ള കൗമാരക്കാരുമായി പെൺകുട്ടിക്ക് വലിയ ചങ്ങാത്തം. വിലപിടിപ്പുള്ള ഒരു ഐഫോൺ വാങ്ങണം, ഇതാണ് കൊലപാതകത്തിന് പ്രേരണ നൽകിയത്. മുത്തച്ഛനെ കൊന്ന് മുത്തച്ഛൻ്റെ വീട്ടിലിരിക്കുന്ന സ്വർണവും പണവും അപഹരിച്ചാൽ ഐഫോൺ തനിക്ക് വാങ്ങാമെന്നും ആഡംബര ബൈക്ക് പ്രതികൾക്ക് വാങ്ങാമെന്നും പെൺകുട്ടി തന്നെയാണ് പ്രതികളോട് പറയുന്നത്. കൊലപാതകം നടത്താനായി കൊല്ലത്ത് നിന്നെത്തിയ സുഹൃത്തുക്കൾക്ക് വീടിൻ്റെ വഴിയും ഗ്രഹനാഥൻ തനിച്ചാണ് എന്ന വിവരവും കൈമാറിയത് ഇതേ പെൺകുട്ടി. കൃത്യം നടത്താൻ രാത്രി 9 മണിക്ക് ശേഷം കൗമാര സംഘം കരുവാറ്റയിലെ വീട്ടിലെത്തുന്നു. വീടിൻ്റെ അടുക്കളവാതിലിലെ ഗ്രില്ലിലൂടെ കൈയിട്ട് സാക്ഷ്യം മാറ്റി അക്രമികൾ അകത്ത് കടന്നു. വീടിൻ്റെ അടുക്കളവാതിലിലെ ഗ്രില്ലിലൂടെ കൈയിട്ടാൽ സാക്ഷ്യം മാറ്റാം എന്ന് പ്രതികൾക്ക് പറഞ്ഞു കൊടുത്തതും ഈ പെൺകുട്ടി. പിടിക്കപ്പെടാതിരിക്കാൻ കടുത്ത മുൻകരുതലുകൾ. പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതികളെങ്കിലും അവർ നടത്തിയ ആസൂത്രണം നമ്മൾ ഞെട്ടിക്കും. പ്രധാന പ്രതിയടക്കം ആരും തന്നെ അവരുടെ മൊബൈൽ ഫോണുകൾ കയ്യിലെടുത്തില്ല. മുൻവൈരാഗ്യവും മോഷണശ്രമവുമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ ശ്രമിച്ചു. ഗ്രഹനാഥൻ്റെ കൈകാലുകൾ അവർ കിടക്കവിരിയും തുണികളും ഉപയോഗിച്ച് ആദ്യം കട്ടിലിലേക്ക് കെട്ടിയിട്ടു. തുടർന്ന് കഴുത്തിൽ തുണി വലിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യത്തിന് ശേഷം യാതൊരുവിധ കൂസലുമില്ലാതെ കിടപ്പുമുറിയിലെ അലമാര പൊളിച്ച് സ്വർണ്ണാഭരണങ്ങളും പണവും കൈവശപ്പെടുത്തി. കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോൺ വഴി ലൈവായി പെൺകുട്ടി അവർ കാട്ടിക്കൊടുത്തു. മുത്തച്ഛനെ തട്ടിയ വിവരം ആ
പ്രതികൾ തന്നെയാണ് പെൺകുട്ടിയോട് പറയുന്നതും. അന്വേഷണം വഴിതിരിച്ചു വിടാൻ വീട്ടിലുണ്ടായിരുന്ന മുളകുപൊടി തറയിലും വാതിൽപ്പടികളിലുമൊക്കെ വീതറി. സംഭവത്തിൽ ലഹരി മാഫിയയുടെ ഇടപെടലുകളുണ്ടോ എന്ന സംശയം ശക്തമാണ്. കൗമാരക്കാരായ 3 ആൺകുട്ടികൾക്ക് ഇത്ര ക്രൂരമായ കൊലപാതകം നടത്താൻ കഴിയുമോ? അതിലപ്പുറം ഒരു കൊച്ചുമകൾ തൻ്റെ മുത്തച്ഛനെ പണത്തിനു വേണ്ടി കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ നൽകുമോ? കസ്റ്റഡിയിലുള്ള കൗമാരക്കാർ MDMA ഉപയോഗിച്ചിരുന്നോ എന്ന സംശയവും ശക്തമാണ്. 2 ദിവസമായി വീട് പൂട്ടിയിരിക്കുന്നുവെന്ന് പെൺകുട്ടി തന്നെയാണ് അയൽക്കാരോട് പിന്നീട് പറഞ്ഞത്. പിന്നാലെ അവർ നടത്തിയ പരിശോധനയിൽ ശിവൻകുട്ടി ചെട്ടിയാരുടെ മൃതദേഹം കണ്ടെത്തുന്നു. മകളുടെ പ്രസവത്തിനായി ശിവൻകുട്ടിയുടെ ഭാര്യയും ആശുപത്രിയിലായിരുന്നു. വാടക വീട്ടിൽ ശിവൻകുട്ടി ഒറ്റയ്ക്കായിരുന്നു. മറ്റൊരു മകൾ ശശികല വിദേശത്ത്. വാടക വീടിന് സമീപം 2 പെൺമക്കൾക്കായി 2 വീടുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് ശിവൻകുട്ടി. ഒരു മകൻ നേരത്തെ മരിച്ചു. ബാക്കിയുള്ള 2 പെൺമക്കൾക്ക് വീടുകൾ വെച്ചു കൊടുക്കുകയായിരുന്നു ശിവൻകുട്ടിയുടെ വലിയ സ്വപ്നം. അതിനുവേണ്ടി വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും പണവും. പ്രസവത്തിനായി ശിവൻകുട്ടിയുടെ മകൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഭാര്യ സരസ്വതിയും വണ്ടാനത്ത്. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്നതുകൊണ്ട് വിദ്യാർത്ഥിനിയായ ചെറുമകൾ കവറാട്ടുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് 6 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. വീട്ടുസാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട നിലയിൽ. അലമാരകളൊക്കെ കുത്തി തുറന്നിട്ടിരിക്കുന്നു. വീട്ടിലെ തുണി ഉപയോഗിച്ചാണ് ശിവൻകുട്ടിയുടെ കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നത്. സംഭവം നടന്ന വീട് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത്. മുൻഭാഗത്ത് കെട്ടിട നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ പെട്ടെന്നെത്തില്ല. കൊലപാതകത്തിന് ശേഷം പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ പോലീസ് നായ ആദ്യം ഓടിയെത്തിയത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിനുള്ളിൽ. ഇതിനെ തുടർന്ന് ഈ വീടുമായി സഹകരിച്ചവരെ ചോദ്യം ചെയ്യലുകയായിരുന്നു പോലീസിൻ്റെ ആദ്യ ലക്ഷ്യം. എന്നാൽ അപ്രതീക്ഷിതമായി ചെറുമകളെ ചോദ്യം ചെയ്തതോടെ ഈ കേസിൻ്റെ ചുരുൾ നിവർന്നു. നേരത്തെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ ശിവൻകുട്ടിയുടെ കൊലപാതകത്തിൽ സംശയിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷമാണ് വീട്ടിലെ മുറികളിലെല്ലാം മുളകുപൊടി വിതറിയത്. ഒരു വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. അടുത്ത വീടിൻ്റെ പണി പുരോഗമിക്കുന്നു. ശിവൻകുട്ടിക്ക് 3 മക്കൾ. മകൻ നേരത്തെ മരിച്ചു. 2 പെൺമക്കൾ. എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്ര, SP TK വിഷ്ണുപ്രദീപ് തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പോലീസിൻ്റെ ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗം മണിക്കൂറുകളോളം തെളിവെടുപ്പ് നടത്തി. കൗമാരക്കാരായതുകൊണ്ട് മാത്രം ശിക്ഷയിൽ ഇളവ് കൊടുക്കേണ്ടി വരും നമ്മുടെ നിയമ സംവിധാനത്തിന്. ഇത്രയധികം മൃഗീയമായി ചിന്തിക്കാനും അതിക്രൂരമായി ഒരു വയോധികനെ കൊലപ്പെടുത്താനും ഒരു സംഘം കൗമാരക്കാർക്ക് കഴിയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റൊരു മുഖമാണ് കാട്ടിത്തരുന്നത്. കൗമാരക്കാരായ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു? അടുത്ത കാലത്ത് എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. 14-കാരിയുടെ മുറിയിൽ കയറിയ ആൺസുഹൃത്തിനെ കെട്ടിയിട്ട വീട്ടുകാരെ ഒരു സംഘം ചേർന്ന് മർദ്ദിച്ചതിൻ്റെ വാർത്തകൾ. മറുവശത്ത് 14-കാരിയും കൂട്ടുകാരും മാതാപിതാക്കളെ കെട്ടിയിട്ട് കടന്നു കളഞ്ഞ കഥകൾ. ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിമിനലുകളായി മാറുന്ന അവസ്ഥ. സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനവും ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ ക്രിമിനലുകൾ കൂട്ടുകൂടുന്നതുമൊക്കെ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കും. കുട്ടികളുടെ ചങ്ങാത്തമോ കുട്ടികൾ ഇടപെടുന്നവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇപ്പോൾ കുട്ടികളോട് ചോദിക്കാൻ സമൂഹത്തിൽ ആരുമില്ല എന്ന അവസ്ഥ. അത്യന്തം ഭയാനകമാണ് കേരളത്തിൻ്റെ അവസ്ഥ. പ്രായപൂർത്തിയായവർ എന്ന കണക്കിലേക്ക് എത്തണമെങ്കിൽ 18 വയസ്സ്. ഇനി 18 വയസ്സ് പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം അല്ല, മണിക്കൂറുകൾ മാത്രമുള്ളൂ എങ്കിൽ പോലും അവർ നിയമത്തിൻ്റെ പഴുതിൽ നിന്ന് രക്ഷപ്പെടും. ഇത്തരം ക്രൂര കൊലപാതകങ്ങൾക്ക് പ്രായം നോക്കാതെ ശിക്ഷ നൽകുക തന്നെ ചെയ്യണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.